ലെബനനിൽ ആക്രമണം നടത്തി ഇസ്രായേൽ ഡ്രോൺ വെടിവെച്ചിട്ട് UN സമാധാന സേന എന്നുള്ളൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ടല്ലോ. ഇസ്രായേൽ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഐക്യരാഷ്ട്രസഭയും ഫ്രാൻസും രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് നിലവിലെ സാഹചര്യം? പ്രവിത, ഒരു അസാധാരണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ലെബനോനിൽ ഈ ഇസ്രായേലുമായിട്ടുള്ള അതിർത്തിയിൽ ഇപ്പോൾ കാവൽ നിൽക്കുന്ന കുറേ കാലമായിട്ട് UN സമാധാന സേനയാണ്. അപ്പോൾ അതിന് ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങളുണ്ട്. അപ്പോൾ ആ സേനയുടെ നേരെ ഇസ്രായേൽ ഡ്രോൺ ആക്രമണം നടന്നുവെന്നാണ് ഐക്യരാഷ്ട്രസഭയും ഫ്രാൻസും കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇസ്രായേൽ ഡ്രോണുകളെ വെടിവെച്ചിട്ടു UN പീസ് കീപ്പിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ ലെബനോനിലെ UN സമാധാന സേന. ഇത് വല്ലാത്തൊരു ഇതിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം ഐക്യരാഷ്ട്രസഭയും ഫ്രാൻസും ഇസ്രായേലിനെതിരെ രംഗത്ത് വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ കൂടുതൽ രൂക്ഷമാവുന്നു. അതിനിടയിൽ ഗസയിൽ ഒരുപാട് സംഭവവാസങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ ഇനിയും 13 ഇസ്രായേലി ബന്ദികളുടെ മൃതശരീരം കണ്ടെത്താനുണ്ട്. അത് കണ്ടെത്തുന്നത് വരെ യുദ്ധം തുടരുമെന്നാണ് ഇസ്രായേലിൻ്റെ സൈന്യാധിപൻ ഇയാൽ സമീർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഗസയിലെ വെടിനിർത്തലിൻ്റെ അവസ്ഥ വളരെ ദുർബലം തന്നെയാണ്. അതിനിടയിൽ പലസ്തീനികളുടെ ഒരുപാട് പേരുടെ മൃതശരീരങ്ങൾ കൈമാറി ഗസയിലേക്കും വെസ്റ്റ് ബാങ്കിലേക്കും. പക്ഷേ അവിടെ പലരെയും തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരെ ഉപദ്രവിച്ചതായിട്ടും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതിനിടയിൽ ഇസ്രായേലി ബന്ദിയായിട്ടൊരാളുടെ അഭിമുഖം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടൈംസ് ഓഫ് ഇസ്രായേൽ അതിനെക്കുറിച്ച് വിശദമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതിൽ ടണലിൽ കൊണ്ടുപോയി തങ്ങളെ ഉപദ്രവിച്ചതും അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഓരോ തവണ വരുമ്പോഴും മാറി മാറി ആൾക്കാരെ ഉപദ്രവിക്കുന്നു. ആരെയാണ് കൊല്ലേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കാനാണ് ആ സമയത്ത് ഹമാസിൻ്റെ ആൾക്കാർ പറഞ്ഞിരുന്നത്. ഒരു പക്ഷേ പാലസ്തീനി തടവുകാരെ വിട്ടുകിട്ടുന്നത് വൈകും, ഞങ്ങളെ വെടിവെച്ച് കൊന്നാൽ എന്ന ഒരു ഇതിൻ്റെ പേരിലാണ് പലരെയും ഈ തോക്ക് ചൂണ്ടി കൊല്ലാൻ ശ്രമിച്ചിട്ടും പിന്നീട് പിൻവാങ്ങിയത് തുടങ്ങിയിട്ടുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഹാഷ്മി, പ്രവിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.